റസൂലുള്ളാഹിന്റെ വസ്ത്രം. ഇതിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇത് ശക്തമായി ഇതിനെ കൈപിടിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ദീന് പോകുന്നത്? ഈ തലയിക്കെട്ടും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് പ്രൊമോട്ട് ചെയ്യുകയും എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് മറ്റു ചില ആളുകൾ. അതേപോലെ തന്നെ ബർക്കത്തെടുക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ബർക്കത്തെടുക്കേണ്ടത്. ഇതേത് രീതിയാണ്? ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ മറ്റുള്ള സ്വഹാബികൾ. ആ സ്വഹാബികളായ ആളുകളൊന്നും കാണിച്ചു തരാത്ത ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നൂറ്റാണ്ടിലെ ഒരു വിശ്വാസികളും ചെയ്യാത്ത വഴിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമസ്തക്കാരായ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരാൾ CM മടവൂരിൻ്റെ ഒരു ട്രൗസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. എന്നാൽ അതിനെ ന്യായീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ അതിനെ ന്യായീകരിക്കുന്നു നമ്മൾ കണ്ടു. നമ്മളൊരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്കതിലേക്ക് പോകാം. റസൂലുള്ളാഹിന്റെ വസ്ത്രം. 36 വർഷമായി ഇത് സീമുലുള്ളാഹിന്റെ വസ്ത്ര. നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ, വഹാബികൾ, യുക്തിവാദികൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം കൊത്തി വലിക്കാൻ കിട്ടിയ ഒരു അപ്പക്കഷ്ണാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹുവിനോടത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവസ്ത്രം എടുത്തിട്ട് അത് വെള്ളത്തിൽ മുക്കി അത് ഷിഫയ്ക്ക് വേണ്ടിയും ബറക്കത്തിന് വേണ്ടിയും ഉപയോഗിച്ചെന്ന് പറയുന്ന തിരു ഹദീസ്. അങ്ങനെ ഒരു ബറക്കത്ത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ മനുഷ്യനും ഇത് ചെയ്തിട്ടുണ്ടാകുക. കണ്ടല്ലോ സലഫ്. പിന്നെ ചൂഷണങ്ങൾ പല രൂപത്തിലും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇസ്ലാമികപരമായി ഒരു ടച്ചുമില്ലാത്ത ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിന് ഹദീസിൻ്റെ ഒരു പിൻബലം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ന്യായീകരണങ്ങൾ കൊണ്ട് നടക്കുന്നത്. നമുക്ക് ഈ കാര്യത്തിലൊന്ന് വ്യക്തത വരുത്തേണ്ടതിൻ്റെ വിഷയത്തിൽ ഇവിടെ കണ്ട പോലെ തന്നെ നമ്മൾ ഈ സൂഫികളെ, അതേപോലെ ഈ ത്വരീഖത്തിൻ്റെ ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ, ഇവരൊക്കെ എക്കാലത്തും മതത്തെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ സമ്പത്തും ദീനും എല്ലാം നഷ്ടപ്പെടുത്തി അവരുടെ ദുനിയാവും ആഖിറവും കൊള്ളയടിക്കുന്ന, തകർക്കുന്ന കാര്യങ്ങളാണ് എക്കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മുസ്ലിയാർ പണി എന്താണെന്ന് വെച്ചാൽ CM മടവൂരിൻ്റെ ആസാറുകൾ തേടി നടക്കുക. എന്നിട്ട് അതിനൊരു യൂട്യൂബ് ചാനലും അതിന് വരുമാനം ഉണ്ടാക്കലും അത് ജനങ്ങളെ കൊണ്ട് കാണിക്കലും അത് ഇന്ന സ്ഥലങ്ങളൊക്കെ അവിടെ ട്രൗസറുണ്ട്, ഇവിടെ ബനിയനുണ്ട്, ഇവിടെ മറ്റേതുണ്ട്, ഇവിടെ മറിച്ചുണ്ട് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആളുകൾ അവിടെ ആണും പെണ്ണും അവിടെ പോവുക, ബർക്കത്തടിക്കുക. ഇങ്ങനെ ഒരു അപഹാസ്യകരമായ രീതിയിലേക്ക് ഞാൻ പറയണത് എന്താ വെച്ചാൽ എത്ര ഒരു ഇസ്ലാം മതം ആ ഒരു പരിശുദ്ധ മതത്തെ ഇത്രയധികം വികൃതമാക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യില്ല. ഇൻഷാ അല്ലാ അത് അതിൻ്റെ ആ ഒരു തലം ഇൻഷാ അല്ലാ ബഹുമാന്യനായ കൊണ്ട് വിശദീകരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ പിന്നെ ഇങ്ങനെ ഒരു ചങ്ങാതി ഇങ്ങനെ നടക്കുന്നു. ഒരു സംസാരിച്ചാൽ പോലും മനസ്സിലാകാത്ത ഒരു പാവപ്പെട്ട ഒരു വല്യപ്പ, ഒരു കാക്ക ഒരു ട്രൗസറും പൊക്കി പിടിച്ച്, ഒരു വലിയൊരു ട്രൗസറും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സഹോദരൻ ഇത് കണ്ടപ്പോൾ CM മടവൂരിൻ്റെ ഫോട്ടോ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ. ഇത് അദ്ദേഹത്തെ മൂടാൻ വലിപ്പമുണ്ടാവും. അദ്ദേഹത്തെ മൂടാൻ വലിപ്പമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പവും ഈ ട്രൗസറിൻ്റെ വലിപ്പവും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് അയാൾ തമാശയ്ക്ക് പറഞ്ഞല്ലേ, ഉള്ള പോലെ തന്നെ പറഞ്ഞാണ്. എന്ന് മാത്രമല്ല അയാൾക്ക് സംസാരിച്ചിട്ട് മനസ്സിലാണില്ല. അയാൾ സംസാരിക്കണം നമുക്ക് മനസ്സിലാണില്ല. ഈ വല്യാപ്പാൻ്റെ അടുത്താണ് ഈ ട്രൗസർ ഉള്ളത്. സത്യത്തിൽ അയാൾ ആ കൊഞ്ഞപ്പടി അയാളുടെ സംസാരമൊക്കെ ഒന്ന് മാറ്റാനേ, ഒന്ന് ഇത് ചുംബിക്കുക അല്ലെങ്കിൽ ഇത് കലക്കി കുടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സംസാരമെങ്കിലും ഒന്ന് നന്നായി കിട്ടുമായിരുന്നല്ലോ എന്ന് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു. നമ്മൾ ആലോചിച്ചു, ശരിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ജനങ്ങളോട് നല്ല നിലക്ക് പറയാൻ പോലും അദ്ദേഹത്തിന് കഴിയണില്ല. ഈ ഇത്ര വലിയൊരു വർക്കത്തിൻ്റെ കേന്ദ്രം ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇത് ഒരു കാക്കയും അതേപോലെ തന്നെ ഒരു പിന്നെ ദീനിനെ പച്ചക്ക് മോശമാക്കുന്ന ഒരു മുസ്ലിയാരും അയാൾക്കെതിരെ സമസ്തയിലെ എല്ലാ പണ്ഡിതന്മാരും അയാൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഈ മുസ്ലിയാർക്കെതിരെ അയാൾ നടത്തുന്നത് ശരിയല്ല, ഔദ്യോഗികമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. AP സമസ്തയും EK സമസ്തയും എല്ലാവരും. അപ്പോൾ ഈ രണ്ട് ഇങ്ങനെയുള്ള ഒരു പിന്നെ അന്തമില്ലാത്ത വർത്താനം, പിന്നെ ഒരു വിവരക്കേട്, അന്തക്കേട് ആണെന്നുള്ള നിലക്ക് തള്ളിക്കളയുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം അതാണല്ലോ. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ ആദർശം പറയാൻ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇതിനെ ന്യായീകരിക്കുന്ന ഏറ്റവും സങ്കടകരമായ, എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സമസ്തക്കാരായ സുന്നികളായ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെ ന്യായീകരിക്കുകയാണ്. എവിടെ എത്തി? ഒന്നും വേണ്ട. ഇത് ഇസ്ലാമിന് നിന്ദതയാണെന്നുള്ള യാതൊരു സംശയമല്ല. ഇത് CM മടവൂരിന് ഒരു അയാളെ നിന്ദിക്കലല്ലേ? എത്ര മോശപ്പെട്ട സംഗതിയാണ്.
ഇവിടെ നമുക്കറിയാം റസൂലുള്ളാഹി എന്നിട്ട് എന്തിനാണ് ഹദീസ് ഓതാണ്, ഹദീസും ആയത്തും ഓതി കൊടുത്തിട്ട് ഈ ട്രൗസറിൻ്റെ വെള്ളം കുടിക്കാനും ഇത് 36 കൊല്ലം മുമ്പത്തെ സാധനം ഇതുവരെ തിരുമ്പിയിട്ടില്ല, അലക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായ അതിൻ്റെ എന്താണ് സത്ത അതിലുണ്ടാവും എന്നുള്ള നിലക്കാണ് ഇവിടെ അയാൾ പറയണത്. അത്രത്തോളം പറയുന്നുണ്ട്, അലക്കിയിട്ടില്ല, അലക്കാത്ത സാധനമാണ് എന്ത് നമ്മൾ പിന്നെ അതിന് മനസ്സിലാവുണ്ട് ആ ക്ലിപ്പ് വിശദമായി കേൾക്കുമ്പോൾ. യഥാർത്ഥത്തിൽ പിന്നെ ഇങ്ങനെ കണ്ട ആളുകളുടെയും മഹാന്മാരും പണ്ഡിതന്മാരും മറ്റൊരു മറിച്ചുകളെന്ന് പറഞ്ഞ ഔലിയാക്കളെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ശരീരത്തിൽ ഒരു ഉപയോഗിച്ചതും അതേപോലെ തന്നെ വസ്ത്രവും ട്രൗസറൊക്കെ ഇതൊക്കെ ബറക്കത്തായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ആദ്യമായി നോക്കേണ്ടത്. നമ്മളേറ്റവും ഇത് കാണുമ്പോൾ നമുക്ക് ചിരിയല്ല, സങ്കടമാണ് തോന്നുന്നത്. ദീന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദീനിനെ അങ്ങേയറ്റം മോശമാക്കുന്ന അവസ്ഥാവിശേഷം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ട്, യാതൊരു സംശയമില്ല. ആ ഹദീസാണ് ഇവിടെ എടുത്തു നോക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടി, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം, അതിനൊക്കെ ബറക്കത്തുണ്ടെന്ന് സഹാബത്ത് സൂക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ അവരുടെ കഫം പുടവയിലാക്കിയിട്ട് ഞങ്ങളെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞൊക്കെ നമുക്ക് ഹദീസിൽ കാണുന്നത്. ധാരാളക്കണക്കിന് ഹദീസുകളിൽ സഹാബത്ത് അതുമായി ബന്ധപ്പെട്ട് ബറക്കത്തെടുത്തതും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ അതിന് നിഷേധിക്കേണ്ട ആവശ്യമില്ല. അഹ്ലുസുന്നയുടെ ആരും അത് നിഷേധിക്കുന്നില്ല, സലഫികളും നിഷേധിക്കുന്നില്ല. എന്നാൽ സലഫികളുടെ കുപ്പായമിട്ട് മുജാഹിദുകളുടെ കുപ്പായമിട്ട് ചില ആളുകൾ നിഷേധിക്കുന്നു. അത് ബോഡി വേസ്റ്റാണ്, അതൊന്നിനും പറ്റാത്തതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ മുഅ്തസിലികളിൽ നിന്നും അതേപോലെ തന്നെ ഹദീസ് നിഷേധികളിൽ നിന്നും ഇസ്ലാമിനെ തകർക്കുന്ന ഈ ജൂതന്മാരിൽ നിന്നും ആ ആശയങ്ങൾ കടമെടുത്ത ആളുകൾ അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അവരുടെ ബുദ്ധിയുടെ മോശയിലിട്ട് വാർത്ത മനസ്സിലാകുന്ന സംഗതികൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകളുടെ ജൽപ്പനങ്ങളാണ്. അതൊരിക്കലും നമുക്ക് ഒരിക്കലും അതിന് തെളിവുണ്ടാവില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുശേഷിപ്പുകളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇതുപോലെ എല്ലാവർക്കും എന്തും ആരുടെയും ആകാം എന്ന് പറഞ്ഞ് ഇതിനൊരു ഹദ്ദുമില്ല. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽ റസൂലുള്ള കഴിഞ്ഞ ഏറ്റവും 1ാം റാങ്കുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ഉമർ റളിയല്ലാഹു അൻഹു, ഒരുപാട് സഹാബ വനിതകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, ഇവരുടെ ആരുടെയെങ്കിലും ഇതുപോലൊരു തിരുശേഷിപ്പ് താബീങ്ങളോ സഹാബികളോ ഉപയോഗിച്ച് തെളിവുണ്ടോ? എത്ര ലക്ഷക്കണക്കായ സഹാബികൾ. അപ്പോൾ അവരുടെ ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അഹ്ലുസുന്ന ആദ്യം തന്നെ ഇത് റസൂലുള്ളാഹി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണത്. ഇത് ആ ബൗണ്ടറി ശരിക്കും അഹ്ലുസുന്ന പ്രമാണങ്ങൾ വെച്ച് പഠിപ്പിച്ചു. ഇത് ബൗണ്ടറി ഇല്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ അടിവസ്ത്രവും അതേപോലെ തന്നെ ട്രൗസറും കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ. അതാണ് ഈ സൂഫികൾക്കും ഷിയാക്കൾക്കും അതേപോലെ തന്നെ ഇവർക്കൊക്കെ പറ്റിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ഇത് അലക്കിയ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ? ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ദീനിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്താണ് ഇതിൻ്റെ പ്രമാണം? എന്താണ് ഇത്? ശരിക്കും ശരിയായ രീതിയിൽ എന്താണ് പിന്നെ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഈമാനും അതേപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്തും ചൂഷണം ചെയ്യുന്ന ഏറ്റവും സങ്കടകരമാണ്. അത് നമ്മളിത് ചർച്ചക്കെടുക്കുന്നത് വെച്ചാൽ ഇവരിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇത് ശക്തമായി ഇതിനെ എന്താണ് കൈപിടിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ദീന് പോകുന്നത്? ഈ തലയിക്കെട്ടും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് പ്രൊമോട്ട് ചെയ്യുകയും എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് മറ്റു ചില ആളുകൾ. ഇവരുടെ ആദർശം പറയുന്ന ആദർശങ്ങളുടെ പ്രധാനപ്പെട്ട മുഖങ്ങളായ ചാനലുകളും ആളുകളും ഇതിനെ വന്ന് ന്യായീകരിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലാ യഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളക്കണക്കിന് ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് തിന്നാണ്. ഇവിടെ ഒറ്റ നിലക്ക് ഇവിടെ കേരളത്തിലെ ഒരു പിന്നെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന വിഭാഗം ആരാണ്? ദീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജാറങ്ങളും മക്ബറുകളും അതുപോലെ തന്നെ ഉറൂസുകളും നേർച്ചകളും ഇങ്ങനെ ഇല്ലാത്ത കറാമത്തുകളും ഇങ്ങനെയുള്ള പിന്നെ വറക്കത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ എന്ന് സമ്പത്തിന് ആളുകളുടെ സമ്പത്ത് എടുത്തോട്ടെ, ശരിയായിക്കോട്ടെ, സമ്പത്തെ നഷ്ടപ്പെടുന്നു ഉള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഓ യസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് തടയാണ്. ദുനിയാവുൽ ആഖിറുല്ല ഹസ്റ ദുനിയ വൽ ആഖിറ, രണ്ടും നഷ്ടപ്പെടുന്ന സങ്കടകരമായ അവസ്ഥ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന മുസ്ലിയാക്കന്മാരോട് പിന്നെ ഉസ്താദുമാരോട് പറയാനുള്ളത്, ഇതിന് നമുക്ക് ശക്തമായി തടയിടാൻ സാധിക്കണം. ദീന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ദീനിനെ അങ്ങേയറ്റം വികലമാക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ വാചകം ആഡ് ചെയ്യാനുള്ളത്, പിന്നെ ഷൊഹീദ് സലഫി പറഞ്ഞു, ശരിക്കും ഈ ക്ലിപ്പ് ഉണ്ടാക്കുന്നൊരു അപമാനം, ഇത് നമ്മുടെ മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കുന്ന അപമാനത്തിലാണ്. ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകളുണ്ട്.
ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പ്രചരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങളായ ആൾക്കാരും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെ യുവാക്കളൊക്കെ പലരും ദീനിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്ന ഭയാനകര ഒരു കാഴ്ച ഉണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ വന്ന് ഈ ചങ്ങായിമാരെ പോലുള്ള ആൾക്കാരുടെ ഇത്തരം വാക്കുകൾ കൊണ്ട് ഭയങ്കര അപമാനമാണ് ശരിക്കും മുസ്ലിം സമൂഹത്തിന് ഇവർ ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മുടെ ദൗത്യം നമ്മൾ വളരെ ശക്തമായി നിർവഹിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ അവർ പറഞ്ഞത് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടെന്നാണ്. 36 വർഷം പിന്നെ പഴക്കമുള്ള ഒരു, എനിക്ക് ശരിക്കും കണ്ടപ്പോൾ തോന്നിയത് 36 വർഷം പോയിട്ട് 3 വർഷത്തെ പോലും പഴക്കതിന് തോന്നാത്ത രീതിയിൽ അത്രയും വലിയൊരു 36 വർഷം പഴക്കമുള്ളൊരു സാധനം. ഇപ്പോൾ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട്. നമ്മളൊരു ഷർട്ട് ഒരു 4 വർഷം 5 വർഷമൊക്കെ ആയത്തന്നെ എന്തൊരു അവസ്ഥ. അപ്പോൾ ഇത് 36 വർഷം ഒരു ഓട്ട പോലും എന്തെയുള്ള കാണുന്നില്ല. അപ്പോൾ ഒന്നൊരു കളവായിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, അത് ബോധ്യം മനസ്സിലാകുന്നത്. അള്ളാഹു പിന്നെ അവർക്കൊക്കെ പുറത്തു തുറക്കട്ടെ. പക്ഷേ ഇസ്ലാമിൽ ബർക്കത്തെടുക്കലുണ്ട്, പരിശുദ്ധ ഇസ്ലാമിൽ ബർക്കത്തുണ്ട്. അത് ഷുറൈസിൽ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാകട്ടെ, നബി ഉപയോഗിച്ച സഹാബികൾ ബർക്കത്ത് കണ്ട വിഷയമാണ്. എന്നാൽ വിശ്വാസികളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇസ്ലാമിൽ ബർക്കത്തെടുക്കേണ്ടത്, അതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഏതൊരു കാര്യത്തിനാണോ ബർക്കത്തുണ്ട് എന്ന് പറയുന്നത്, ആ ബർക്കത്തുണ്ട് എന്ന് പറയുന്നതിന് ഖുർആനിലും ഹദീസിലും എന്ത് വേണം? തെളിവ് വേണം. ഖുർആനിലും ഹദീസിലും തെളിവ് വേണം. ആ തെളിവുള്ളതിന് എന്തുണ്ടാകുള്ളൂ? ബർക്കത്ത് ഉണ്ടാകുള്ളൂ. അതേപോലെ തന്നെ ബർക്കത്ത് നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. ഒരാളൊരു കാര്യത്തിൽ ബർക്കത്ത് എടുക്കുമ്പം അയാളുടെ ഉള്ളിലുണ്ടാകേണ്ട വിശ്വാസം എന്താ? ഈ ബർക്കത്ത് എനിക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നയാൾ വിശ്വസിക്കണം. പക്ഷേ ഇവിടുത്തെ വിശ്വാസം എന്താ ശരിക്കും? സി എം വലി എന്ന് പറയുന്ന അയാളുടെ കഴിവുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ബർക്കത്ത് കിട്ടുന്നത് എന്ന ഒരു പിഴച്ച വിശ്വാസം ആ ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ ബർക്കത്തെടുക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ബർക്കത്തെടുക്കേണ്ടത്. ഇതേത് രീതിയാണ്? ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റുള്ള സ്വഹാബികൾ, ആ സ്വഹാബികളായ ആളുകളൊന്നും കാണിച്ചു തരാത്ത ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നൂറ്റാണ്ടിലെ ഒരു വിശ്വാസികളും ചെയ്യാത്ത വഴിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമസ്തക്കാരായ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടിവരട്ട് പറയാനുള്ളത്, നമ്മൾ ഇസ്ലാമിനെ എന്ത് ചെയ്യരുത്? അപമാനിക്കരുത്. അള്ളാഹിൻ്റെ ദീനിനെ അപമാനിക്കരുത്. ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇസ്ലാമിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ആളുകൾ വരികയാണ് ഇസ്ലാമിലേക്ക്. ഇതാണ് സത്യമതം എന്നുള്ളത് വ്യക്തമാകുന്നൊരു കാലഘട്ടമാണ് പ്രമാണങ്ങൾ കൊണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളായ ആളുകൾ പോലും ദീനിൽ നിന്ന് അകന്നു പോകാൻ, ഇപ്പോൾ ഒരു ആലപ്പുഴയുള്ളൊരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേൾക്കുന്ന ഒരു സുഹരിയോ എന്തോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയും, ഇതേപോലുള്ള ആൾക്കാരുടെ പല പ്രസംഗങ്ങൾ മുർത്തദ്ദായി പോയ പിന്നെ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഈ CM മടവൂരിൻ്റെ കള്ള കറാമത്തുകൾ പറഞ്ഞിട്ട് ആളുകൾ മുർത്തദ്ദായി പോയാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇസ്ലാമിലേക്ക് ആൾക്കാരെ കൊണ്ടുവരില്ല, ഇസ്ലാം എന്ന ആളുകളെ പുറത്തേക്ക് വിടുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഷുഹൈബ് സലഫി സൂചിപ്പിച്ചൊരു വാചകം വളരെ പ്രസക്തമാണ്. സമസ്തൻ്റെ എല്ലാ ആളുകളും ഇവർ എതിർക്കുന്നുണ്ട് പറഞ്ഞു. AP ആയാലും EK വിഭാഗത്തിൽപ്പെട്ട പല പണ്ഡിതന്മാർ എതിർക്കുന്നുണ്ട്. അവർ ശരിക്കും ഈ പണി ശക്തമായിട്ട് തുടരണം. അവർ നമ്മളെക്കാൾ കൂടുതൽ അവർ ഈ പണി തുടരുകയും കുറച്ച് കഴിഞ്ഞാൽ അവർ CM മടവൂരൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവട്ടെ, ഇസ്ലാമിലേക്ക് ആൾക്കാർ മടങ്ങുക, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതാണ് നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്.